കണ്ണൂരിൽ വീട്ടമ്മയുടെ ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ നിവാസി റോസ്ലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹം. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത്? എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഈ റോസ്ലിയുടെ മൃതദേഹം റോസ്ലി താമസിക്കുന്ന വീടിനോട് ചേർന്ന പറമ്പിൽ കണ്ടെത്തിയത്. ഒരാഴ്ചയെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് പോലീസ് പറയുന്നത്. ഈ റോസ്ലി ഹോം നഴ്സായി പയ്യന്നൂരിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ ചെറുപുഴ പടത്തടത്തെ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. ഈ തനിച്ച് താമസിക്കുന്ന ഇവർ ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള മക്കളുമായും മറ്റും ഇടയ്ക്കിടെ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു, ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ റോസ്ലിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് മകന്റെ നേതൃത്വത്തിൽ മകനും മറ്റ് ബന്ധുക്കളും എല്ലാം ചേർന്ന് ഇന്ന് വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ഈ സമയത്ത് ഇവരെ വീട്ടിൽ കണ്ടില്ല. തുടർന്ന് ചുറ്റുപാടും നടത്തിയ പരിശോധനയിലാണ് ഈ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. പൂർണ്ണമായും അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത്. ഇന്ന് ഇരുട്ടായതിനാൽ തന്നെ മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ തന്നെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. ചെറുപുഴ ടൗണിനോട് അടുത്താണെങ്കിൽ പോലും ഈ റോസ്ലി താമസിച്ചിരുന്ന വീടിന് സമീപത്ത് മറ്റ് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശരി നിഖിൽ, കണ്ണൂരിൽ ചെറുപുഴയിലാണ് ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടമ്മയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചെറുപുഴ നിവാസി റോസ്ലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്.